ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ ഫസ്റ്റ് അക്കൗണ്ടാണ്, സെക്കൻഡ് അക്കൗണ്ട് ഐഡിയ ആണ് ഞാൻ ഇട്ടാണത്. ഓക്കെ കണ്ടില്ല. ഓക്കെ സെക്കൻഡ് അക്കൗണ്ട് കണ്ടില്ല. അപ്പോൾ ഗൈസ് ഫസ്റ്റ് അക്കൗണ്ട് കളിക്കുന്ന സെറ്റിങ്സ് ഒന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് അക്കൗണ്ട് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട നമുക്ക് കത്താനാണ് കിട്ടുന്നത്, അല്ല കത്തിയാണ് കിട്ടുകയാണ്. പാരങ്കെന്ന് എന്തോ പറയും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീംമേറ്റ്സ് ഇവരൊക്കെയാണ് ഗൈസ്. ഇത് നിൽക്കണില്ലാത്ത ടീംമേറ്റ്സാണ്, ഇതെൻ്റെ ഫ്രണ്ട്സ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കുറച്ച് നേരം മൂലയ്ക്ക് ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വല്ല ചാവുണ്ടോ അല്ല വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു, അപ്പോഴേക്കും ഞാൻ നെറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ അവിടെ ഒരുത്തൻ ചത്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അവിടേക്ക് നമുക്ക് പോവാം ഗൈസ്. അപ്പം ഞാൻ കണ്ടു ഗൈസ്, ഞാൻ ഇതാണ് അടിക്ക ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് ചീറ്റിങ് ഗൈസ്. അവൻ്റെ കയ്യിൽ മറ്റേ വലിയ സാധനമല്ല, എൻ്റെ കയ്യിലാണ് ആ കുഞ്ഞ് ആപ്ലിക്കേഷൻ. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഗൈസ്. ഇപ്പോൾ ഇവർ രണ്ടൊരു ടീമായിട്ട് കളിക്കുകയാണ്. മറ്റേ ഇതെന്ത് പവറാ എന്തായാലും എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ കളി കണ്ട ഞാനാണ് ഫസ്റ്റ് അല്ല സെക്കൻഡ് ചത്തിട്ട് പോലും എനിക്ക് ഇതുപോലെ ആക്കാൻ പറ്റില്ല. ഇതാ ആ വേസ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇവനെ നോക്കി വെച്ചോ, റിവെഞ്ച് എടുക്കൂല ഗൈസ്. ഓക്കെ, നമ്മളപ്പോൾ ഒരു കളി അവർ ജയിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത കളി അപ്പോൾ രണ്ടാമത്തെ കളിയായിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ വേണമെന്ന് വെച്ചാൽ കിങ് ഫിഷറാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ എൻ്റെ കളിയാകേണ്ടെങ്കിൽ എൻ്റെ ID ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ IDയിൽ അടിച്ചു കൊടുത്തിട്ട് എൻ്റെ കളിയാണോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കളി. ഒരു കളി അവന്മാർ പോയി, അപ്പാണ് നമ്മൾ ശ്രദ്ധിച്ച അവന്മാർ ആകെ 3 പേരുള്ളൂ. ഓ, അപ്പോൾ ജയിക്കാനുള്ള സാധ്യത കൂടും. പക്ഷേ അവന്മാർ നല്ല കളിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ കുത്തി പിടിച്ച് പോയി തന്നെ കുഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പം ഒരു പെണ്ണൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് നൈസായിട്ടാണ് കുഞ്ഞു. അപ്പോൾ അവന്മാർ ഒരുത്തനെ തട്ടി. അപ്പം ഞങ്ങൾ അവിടേക്ക് പോകാനുള്ള ഇതാണ്. അങ്ങനെ 3 പേര് കൂടി അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വേഗം പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇപ്പം എന്നെ ചോദിക്കണ കാരണം ഞാൻ വോയിസ് കൊടുക്കുന്നത് ഫാനൊക്കെ ഇട്ട സ്ഥലത്താണ്. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ അവിടെ ഒപ്പം ബാക്കിൽ കൂടെ പോകുന്നു. ഇനി 2 പേരും കൂടി ഉണ്ട് ഗൈസ്. എന്നെ കൊണ്ട് അവിടെ കണ്ണ് സീന ഇതാ ഗൈസ്, എന്നെ ഹെഡ് അടിച്ച് കിട്ടു. എടാ റിവെഞ്ച് എടുക്കണം ഗൈസക്ക്, റിവെഞ്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് റിവെഞ്ച് എടുപ്പ് തന്നെയാവും. ഓക്കെ, നമുക്ക് തോംസൺ എടുക്കുക. തോംസൺ ഓക്കെ, ഇത് ചലഞ്ച് കൂടിയാണ്. തോംസൺ ഉണ്ട്, അതേപോലെ റിവെഞ്ച് കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ തോംസണായിട്ട് പോവാണ്. കളി ജയിക്കുമോ? താഴെ കമൻറ്റിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും മസ്റ്റ് സബ്ബൊക്കെ അടിക്കണം, സബ്ബും ലൈക്കൊക്കെ അടിക്കണം. ആരും മടക്കല്ലേ, സബ്ബും ലൈക്കൊക്കെ അടിച്ച് പൊളിക്കും. ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ സൈഡിൽ കൂടെ പോകുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കണ്ട. ഓക്കെ, ഒരിക്കലും നമ്മൾ കുത്തി പിടിച്ചെടുത്തു. അടുത്ത കിറ്റ് നമ്മൾ കുത്തി പിടിച്ചെടുക്കുമോ? ഇല്ല, അത് വേറെ ഒരിത്തേക്ക് പോയി. ഇവനാണ് മറ്റോ, അവനെ കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഓടുകയാണ്. ഓക്കെ, നമ്മൾ ഓടി എത്താറായി. അപ്പോഴാണ് അവിടെ ഒരുത്ത അടിക്കുന്നു. നമ്മൾ നേരെ അടിച്ചു പോയി. അപ്പം എനിക്ക് മനസ്സിലായി അത് മറ്റേതാണ്, ബോട്ടൊക്കെ പോയില്ല, അത് അവനെ കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ട്. അതെനിക്കറിയില്ല, അവനെ കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത കളി 1-2 ആയിട്ടുണ്ട്. ആ കളിക്കണം വെള്ളാബേനെ കൊന്നാൽ പിന്നെ നമ്മൾ ജയിച്ചു കളി, അതൊക്കെ അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതാ തോംസൺ ഓണിലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അറിയാത്ത സെറ്റിങ്സ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയത്ത് കുട്ടത്തരങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടുപോകും.
ഗൈസ് അപ്പോൾ ഇതിട്ട് വെള്ളം കഴിഞ്ഞ് നല്ല സീൻ കേട്ടോ. ഞങ്ങളോ അവ ഒറ്റയ്ക്കാണ്, രണ്ടുപേരും 3 പേരിനൊക്കെ വന്നത്. ഏസ് അടിച്ചാണ്ടി അത് ആൾ വെച്ചിട്ടാണ്, അത് വേറെ കാര്യം. കേസ് നമ്മൾ ഓടുന്നു. നമ്മൾ ഈ വഴിക്കൂടെ ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, എത്താറായി. എന്താ ഒരു എനിമീസിന് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മളവിടേക്ക് പോകണം ഏസ്. ഒരു തങ്ങപ്പൻ നമ്മളെ ടീമേറ്റ് വന്നു. നമ്മുടെ ടീമേറ്റ്സിന് ഒരു പക പൂക്കണ പോലെ നിൽക്ക് വന്നു. പക പൂക്കുന്നു കൈസ്. അപ്പാണ് ആ വേറെ ഒഴിക്കാവണമെന്ന് അടിക്കുന്നു. അപ്പം ഞാൻ ശ്രദ്ധയ്ക്ക് ഇതിൽ കയറിയിട്ട് അപ്പത്തിൽ കൂടെ നോക്കാൻ പോയി. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായി അവിടെ ആരുമില്ലാന്ന്. നേരെ റിവേഴ്സ് എടുത്ത് വന്നു. അപ്പം അപ്പൻ എവിടെയാവും? അപ്പോഴാണ് ഒരുത്തന്നെ തട്ടിയത്. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് അവ അവിടെ നിൽക്കുന്നത്. ജസ്റ്റ് മിസ് ഞാൻ കുത്തി പിടിച്ച് കൊന്നു, അല്ലേ അവ രക്ഷപ്പെട്ടാൽ. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് കളിയാണെന്ന് തോന്നുന്നു. അല്ല 2-2 ഗൈസ്. ഇത് നല്ല കളിയാണ്. ഓക്കെ, സഭ ഓടുന്നു. തംസൂണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ പൈസ അറിയേണ്ട അവിടെ ഒന്നുമില്ല, തോക്കൊന്നിട്ടില്ല. അപ്പം നമ്മൾ കണ്ട നമ്മളെ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ അറിയാത്ത ഒരു കുഴപ്പം ഈ മാച്ച് നമുക്ക് കാണാം. അത് സീരിയസാണ്. അവരെ കൊന്നു കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ന്യൂബ്സുകളാണ്, ഇത് ന്യൂബ് അക്കൗണ്ടാണ്. കേസ് നമ്മൾ കളിക്കുന്നു. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മളിതാ പോകുന്നു. നമുക്ക് മേലിക്ക് പോയാൽ മതി, അതാണ് നല്ലത്. എന്താ വെച്ചാൽ അവിടെയാവും ഇമാരൊക്കെ എത്തുന്ന സ്ഥലം. ഓക്കെ, ഇപ്പോഴാണ് എൻ്റെ സെറ്റിങ്സിൻ്റെ ഗുണം നിങ്ങൾക്കറിയാൻ സാധിക്കുന്നത്. എൻ്റെ അച്ചീവ് വേണ്ട നിങ്ങൾ. എന്നിട്ട് ഞാൻ കുത്തി പിടിച്ച് കൊന്നു. അവൻ ആലോചിക്കുന്നുണ്ടാവും എനിക്ക്. ഇപ്പം നോക്കുമ്പോൾ എനിക്ക് 10 HP ഉള്ളോ, ഈ 10 HP നിങ്ങൾ കണ്ടില്ലേ? പ്രഷർ. ഓക്കെ, അപ്പം 3 ആയിട്ടുണ്ട്. ഞാനാണ് സീന്. ഞാൻ സെക്കൻഡ് അക്കൗണ്ട് അല്ല ഫസ്റ്റ് അക്കൗണ്ടാണ്, അതുകൊണ്ടാണ് ജർമ്മനി കേട്ടോ എന്നുള്ള പേര്. ഫസ്റ്റ് അക്കൗണ്ട് അറിയാമല്ലോ, TLJRM Gaming 7. ഓക്കെ, അടിച്ചു കൊടുത്താൽ വരും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കളി. അപ്പോൾ ഇത് ലാസ്റ്റ് കളിയാണ്. ലാസ്റ്റ് കളിയുള്ള സാധ്യത എന്താ വെച്ചാൽ അവൻ ന്യൂബ്സുകളാണ്. പക്ഷേ ഇപ്പോഴും സെറ്റിങ്സിൻ്റെ ഗുണം എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ഈ കളിയിലും ആ സെറ്റിങ്സിൻ്റെ ഗുണം നിങ്ങൾക്കറിയാം. നിങ്ങൾ നോക്കി കേസ് നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ ചാടി. അപ്പോഴാണ് അവിടെ വെള്ളപ്പനിട്ട് വന്നത്. അപ്പം ഞാൻ തടക്ക് ചാടി. എന്നിട്ട് ഞാൻ ഈ വഴി കൂടെ പോയി. അപ്പോഴാണ് മറ്റേ ബോട്ട് അവനെ ഹെഡ് അടിച്ച് വിട്ടു. എന്നിട്ട് അവനെ കുത്തി പിടിച്ച് കൊന്നു. അതിനുശേഷം ഇവിടെ ഒരു ബോട്ട്. പക്ഷെ അവൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സെറ്റിങ്സിൻ്റെ ഗുണം. എനിക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ഞാൻ ഇമ്മനൊക്കെ മെയിനാണ്. അല്ലെങ്കിൽ ഈസ് അടിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ മെഡടിക്കേണ്ടി ഇവിടെ പോകാനിട്ട്. ഓക്കെ, അതിന് ശേഷം ഇതെന്ത് ഇപ്പോഴാണ് പറ്റി എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അപ്പോഴേക്കും വേറെ ഒരുത്തൻ്റെ അവിടെ ഒരാളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അവിടേക്ക് നമ്മൾ പോയപ്പോഴാണ് അവനെ കൊല്ലുമെന്നാണ്. അവനെ കൊന്നു. അപ്പോഴേക്കും നമ്മൾ എത്തി, അവനെ കുത്തി പിടിച്ച് കൊന്നു. ഓക്കെ, കളി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ? ബൈ, ഗുഡ് ബൈ. ലൈക്ക് സബ് അടിക്കാൻ മറക്കണ്ട.